നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ലൈഫിലെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ദിനമായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മായിയച്ഛൻ്റെ 60th ബർത്ത്ഡേ സെലിബ്രേഷന് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു ഫങ്ഷൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. എനിക്ക് അങ്ങനെ അതാണല്ലോ നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഫങ്ഷൻസ് അത് വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു താല്പര്യമില്ല. ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് ഹാപ്പിനെസ്സും നമുക്ക് ഹാപ്പിനെസ് ആണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇവിടുന്ന് നാട് വിട്ട് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഞാൻ 60ാമത്തെ ബർത്ത്ഡേ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് കുറച്ച് പേരെ വെച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മായിച്ചൻ്റെയും സെലിബ്രേറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോഴാണ്. കാരണം ഈ ഇടയ്ക്ക് ഇപ്പം കുറേ കല്യാണത്തിന്റെ ഒരു തിരക്കാണ്. ഇപ്പം എല്ലാവരുടെ വീടുകളിലും ഒരു 100 കല്യാണം ഉണ്ടാവും. എല്ലാവരും ഓരോ കല്യാണത്തിനാണ്. ഈ നവംബർ മന്ത് എന്ന് പറയുന്നത് ഫുൾ കല്യാണത്തിന്റെ ഒരു മേളമാണ്. അപ്പൊ എനിക്ക് വീട്ടുകാരെയൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ നടത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എല്ലാവരും ബിസിയാണ്, കുറെ പിന്നെ കല്യാണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പം വീട്ടുകാരെയൊക്കെ വെച്ചോണ്ട് ചെറുതായിട്ട് എവിടെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഈ കുറെ അച്ഛന്മാരും കുറെ അമ്മമാരും ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത്. അവിടെ വെച്ച് എന്തുകൊണ്ട് ഞാൻ എൻ്റെ അമ്മായിച്ചൻ്റെ ഇത് സെലിബ്രേറ്റ് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഞാൻ കോട്ടയത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അവിടെ ഒരു ചെറിയ രീതിയിൽ അവർക്ക് കുറച്ച് ഫുഡും പിന്നെ അവിടെ സെലിബ്രേറ്റ് ചെയ്യാം, അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ എത്തിച്ചേർന്നു. ഞാൻ അവിടെ എല്ലാം കോണ്ടാക്ട് ചെയ്തു. സോ ആ ഒരു വീഡിയോ ആണ് ഇതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു ഈ വീഡിയോസ് ഷെയർ ചെയ്യേണ്ട, കാരണം ഞാൻ ചിലപ്പോൾ മറ്റേ എല്ലാവരും വിചാരിക്കും അവരെ കാണിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു വേണ്ട, അങ്ങനെയൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല, വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ എത്രയോ പേരുടെയും ബർത്ത്ഡേസ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം നമ്മൾ വലിയ ഫംഗ്ഷൻ ആയിട്ടൊക്കെ നടത്തുന്നു. അതിന് പകരം ഈ ആരും ഇല്ലാത്ത അച്ഛനും അമ്മമാരുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വലി ഇവിടെ ഇരുന്ന് ലൈവാണ് കണ്ടല്ലേ, എനിക്ക് ഫോണിൽ കൂടെ ഉള്ളൊരു ചെയ്യാനേ പറ്റത്തുള്ളല്ലോ. അപ്പൊ ഞാൻ ലൈവാണ് കണ്ടത്. പക്ഷെ അപ്പൊ തന്നെ എന്റെ മനസ്സ് ഞാൻ ഭയങ്കര സന്തോഷിച്ചു. എന്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കുണ്ടായ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവര് തന്നെ ഞെട്ടിപ്പോ. ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോ അവർക്കും ഭയങ്കര ഹാപ്പിയായി. അത് കണ്ടപ്പോ എനിക്ക് അതിനേക്കാളും ഹാപ്പിയായി. ഇത് ഞാൻ എന്റെ മനസ്സ് തുറന്ന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കും അത് ചിലപ്പോൾ ഒന്ന് ഉപകാരപ്പെട്ടാൽ, നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമേ ഞാൻ വിചാരിച്ചു അവരുടെ ഒന്നും എന്താ പറയാ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, ജസ്റ്റ് അവർ ഫംഗ്ഷൻ നടക്കുന്ന വീഡിയോ ഇടാന്നാണ്. പക്ഷെ അവര് തന്നെ കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് ക്ലബ് ചെയ്ത് നിങ്ങളത് കാണിച്ചു തരാന്ന്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം ഗൈസ്. അച്ഛനും സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹക്കൂടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ കൊണ്ട് വിടുവാന്നല്ല വേറൊന്നുമില്ല. അത് ഞാൻ ചെയ്യേണ്ടത് പൊന്നു ചെയ്തു കേട്ടോ. കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് ആക്കി എന്നെ കൊണ്ട് കലയാൻ നമ്മളൊരു പാട്ടിട്ട് എന്താ കുഞ്ഞുമാവയ്ക്കുന്നല്ലോ അല്ലേ. അപ്പൊ 60 വയസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ 5 വയസ്സിലേക്ക് പോകുന്നല്ലോ പറയുന്നത്. പഴയ ആളുകൾ പറയുന്നത് 60 വയസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ 5 പിള്ളേരുടെ ആ ഒരു വയസ്സിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അപ്പം സോമനച്ഛനും മക്കളും കൊടുത്തൊരു വലിയ സർപ്രൈസ് ആണിത്. അച്ഛൻ ഇപ്പോഴാണ് അറിയുന്നത് അല്ലേ? അച്ഛൻ ഇപ്പോഴാണ് അറിയുന്നത്. അച്ഛനും മക്കളും കൊടുത്തൊരു സർപ്രൈസ് ആണിത്.
അപ്പം ഇത്രയും ഭാഗ്യം ചെയ്ത മക്കൾക്ക് ജന്മം കൊടുത്ത അച്ഛന് സ്നേഹകൂട അഭയമന്ദിരത്തിന്റെ ഒരു ബിഗ് സല്യൂട്ട് വെച്ചാൽ ഒത്തിരി സന്തോഷം. നമുക്ക് കേൾക്കത്തില്ല ക്ഷമിക്കാം അല്ലേ? സർപ്രൈസ് ഒരുക്കിയത് അച്ഛന്റെ മരുമോളായിട്ടുള്ള പൊന്നു കാനഡയിൽ ഇരുന്നിട്ടാണ്. പൊന്നു വീഡിയോ കോളിൽ നമ്മളെ കണ്ടോണ്ടിരിപ്പുണ്ട്. ഇവരോട് കാണിച്ചു കൊടുക്കുക, അച്ഛനമ്മമാരെല്ലാം കാണിച്ചു കാണാൻ പറ്റുന്നല്ലോ പൊന്നെ. പൊന്നിന്റെ ഒരു പ്ലാനാണ് പറഞ്ഞത്. ഒത്തിരി സന്തോഷം പൊന്നു. അപ്പം അച്ഛനെ ആദരിക്കണേ. പൊന്നുന്റെ അച്ഛനും അമ്മയും അപ്പം ഇവരുടെ ഒപ്പം കൂടിയിട്ടുണ്ട് കേട്ടോ. അവര് അച്ഛനെ ആദരിക്കുന്ന ആ ഒരു ചടങ്ങ് എനിക്ക് തോന്നുന്നു സോമനച്ഛനെ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ജീവിതത്തിലെ ഗിഫ്റ്റ് തന്നെയാണിത്. കാരണം ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് ഓരോ കാരണത്താൽ വീടുകളിൽ നിന്നും പുറത്താകേണ്ടി വന്ന ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടുന്നതും അതുപോലെ തന്നെ ഇങ്ങനൊരു സർപ്രൈസ് ഈ മക്കൾ തന്നെ അച്ഛനായിട്ട് ഒരുക്കിയതും ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ടോ? ഇല്ല. അച്ഛനെല്ലാം പറയാനുണ്ടോ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ വരുന്നിടം വരെ എനിക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഏതായാലും വലിയ സന്തോഷം. ഞങ്ങൾ കണ്ണൂരിനകത്തും ഇല്ല. ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു അച്ഛനമ്മമാരുടെ. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർക്കെല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തു. എനിക്കും ആ മൊമെൻ്റ് ഇവിടെ ഉണ്ടാവണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അത് തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛനും അമ്മയും ഒരു ചെറിയ സമ്മാനമൊക്കെ കൊടുത്തു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ 60ാമത്തെ പിറന്നാൾ ഞങ്ങളുടെ പപ്പയ്ക്കുള്ള സമ്മാനം.